ഇന്നത്തെ അറിയിപ്പുകൾ. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഗിഫ്റ്റ് ഹാമ്പറുമായി കുടുംബശ്രീ. 2 തരം ഹാമ്പറുകളാണ് ഓണവിപണി ലക്ഷ്യമിട്ട് വിപണിയിലെത്തിക്കുന്നത്. സംസ്ഥാനതലത്തിൽ ഓൺലൈനിലൂടെയും CDS മുഖാന്തരം നേരിട്ടുമാണ് വിൽപ്പന. പോക്കറ്റ് മാർട്ട് ദി കുടുംബശ്രീ സ്റ്റോർ വഴിയാണ് ഓൺലൈൻ വിൽപ്പന. CDSകൾ വഴിയാണ് നേരിട്ടുള്ള ഓർഡറുകൾ സ്വീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതും. ഓണം കുടുംബശ്രീയോടൊപ്പം എന്ന ടാഗ് ലൈനോടെയാണ് ഇവ വിപണിയിലെത്തുന്നത്. കുടുംബശ്രീ സംസ്ഥാനതലത്തിൽ ബ്രാൻഡ് ചെയ്ത 8 ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയാണ് പോക്കറ്റ് മാർട്ട് വഴിയുള്ള ഗിഫ്റ്റ് ഹാമ്പർ തയ്യാറാക്കുന്നത്. 5000 എണ്ണമാണ് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കുക. കുടുംബശ്രീയുടെ ബ്രാൻഡ് ചിപ്സ്, ശർക്കര വരട്ടി, പായസം മിക്സ്, കറി പൗഡറുകൾ തുടങ്ങിയവയാണ് ഇതിലുണ്ടാവുക. 750 രൂപയാണ് ഇതിന്റെ വില. പോക്കറ്റ് മാർട്ട് ജൂലൈ അവസാനത്തോടെ പൂർണ്ണസജ്ജമാകും. CDSകൾ വഴി തയ്യാറാക്കുന്നവയിൽ സംസ്ഥാനതലത്തിൽ ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നങ്ങൾക്കൊപ്പം തദ്ദേശീയമായ കുടുംബശ്രീ CDSകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൂടി ചേർത്താണ് ഹാമ്പർ ഒരുക്കുക. വില വസ്തുക്കളുടെ മൂല്യം അനുസരിച്ചാണ് നിശ്ചയിക്കുക. ഇത്തരത്തിലുള്ള 1,00,000 ഹാമ്പറുകളാണ് വിപണിയിലെത്തിക്കുക. കുടുംബശ്രീ സംരംഭകർക്ക് ഓണം വിപണിയിൽ നിന്ന് അധിക വരുമാനം നേടാൻ കഴിയുന്ന രീതിയിലാണ് ഗിഫ്റ്റ് ഹാമ്പർ വിപണിയിലെത്തിക്കുന്നത്. അംഗങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണം എന്ന കുടുംബശ്രീയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള ഇടപെടലായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025-26 അധ്യയന വർഷത്തേക്കുള്ള മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവരിൽ NRI ക്ലെയിം ചെയ്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലുള്ള തെറ്റുകൾ തിരുത്താനും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാനും അവസരം ലഭ്യമാണ്. ജൂലൈ 16 വൈകിട്ട് 4 മണി വരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നടപടികൾ പൂർത്തിയാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കമ്മീഷണറുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ മൊബൈൽ പാസ്പോർട്ട് സേവാ വാൻ പ്രവർത്തനം ആരംഭിച്ചു. കളക്ടർ അനുകുമാരിയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. 2025 ജൂലൈ 15, 16, 17 തീയതികളിൽ കുടപ്പനക്കുന്ന് കളക്ടറേറ്റിലും 21, 23 തീയതികളിൽ വർക്കല പോസ്റ്റ് ഓഫീസിലും ജൂലൈ 29 മുതൽ 31 തീയതികളിൽ കരുനാഗപ്പള്ളി പോസ്റ്റ് ഓഫീസിലും വാൻ വിന്യസിക്കും. അപേക്ഷകൾക്ക് www.passportindia.gov.in എന്ന വെബ്സൈറ്റ് വഴി മൊബൈൽ പാസ്പോർട്ട് സേവാ വാനിനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാനും ആവശ്യമായ രേഖകൾ സഹിതം അനുവദിച്ച അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാനും കഴിയും. ആഗസ്റ്റ് 1 മുതൽ 2026 ജൂൺ 9 വരെ ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷാപ്രവർത്തനത്തിന് ദിവസവേതനത്തിൽ ലൈഫ് ഗാർഡുമാരെ നിയമിക്കുന്നു. അപേക്ഷകർ രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികളും 20നും 45നും ഇടയിൽ പ്രായമുള്ളവരും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയവരും ആയിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്കും കോഴിക്കോട് ജില്ലയിലെ സ്ഥിര താമസക്കാർക്കും 2018 പ്രളയരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കും മുൻഗണനയുണ്ടാകും. താൽപര്യമുള്ളവർ ജൂലൈ 23 രാവിലെ 10:30 കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ എത്തണം. കയർ കോർപ്പറേഷന്റെ പുതിയ ഷോറൂം തിരുവനന്തപുരം ലുലു മോളിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലാദ്യമായാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം അന്താരാഷ്ട്ര ഷോപ്പിംഗ് മാളിൽ ഒരു ഷോറൂം തുറക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തനത് കയർ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമായി 1000 ചതുരശ്ര അടിയിലാണ് ഷോറൂം ഒരുക്കിയിരിക്കുന്നത്.